ശക്തമായ പോരാട്ടം നടക്കുന്ന തൃപ്പൂണിത്തുറയിൽ മുന്നണികൾ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ നിന്ന് അനുജ രാജേഷും പ്രവിത ലക്ഷ്മിയും തയ്യാറാക്കിയ റിപ്പോർട്ട്. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തൃപ്പൂണിത്തുറ മാർക്കറ്റിലാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമുക്ക് എന്താണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ അനുജ? അറിയാൻ പറ്റുന്ന സ്ഥലമാണ്. ധാരാളം ആളുകളുണ്ട്, തൊഴിലാളികളുണ്ട്. നമുക്കപ്പോ ഇവരോട് ചോദിക്കാം. നമസ്കാരം ചേച്ചി, എന്താ പേര്? തങ്കമ്മ. ഇപ്പം മീൻ കച്ചവടത്തിലാണ്, നല്ല തിരക്കാണെന്നൊക്കെ അറിയാം. ഇപ്പൊ ഇലക്ഷൻ വരികയാണല്ലോ, അപ്പൊ എങ്ങനെയാണ് മണ്ഡലത്തിലെ ഈ സ്ഥാനാർത്ഥികളെ കുറിച്ചൊക്കെയുള്ള പ്രതീക്ഷ? സ്ഥാനാർത്ഥികളെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷയിൽ നമുക്ക് വോട്ട് ചെയ്യും. വന്നോ? ഇവിടെ ഇന്നലെ ചക്ക അടയാളത്തിലെ പിന്നെ ബിജെപിയുടെ പാർട്ടിക്കാർ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്യും. തൃപ്പൂണിത്തുറക്കാരിയാണോ ചേച്ചി? ഞാൻ പുതിയാവിലുള്ള. അപ്പൊ എത്ര വർഷമായിട്ട് ഇവിടെ വോട്ട് ചെയ്യുന്നുണ്ട്? ഞാൻ 10-25 വർഷം കഴിഞ്ഞു ഇവിടെ മാർക്കറ്റ് വരുന്നുണ്ട്. ഒരു മാറ്റം വേണോ മണ്ഡലത്തിന്? പിന്നെ മാറ്റം വേണമല്ലോ നമുക്ക്. സർക്കാർ മാറണോ? സർക്കാർ മാറണോ? സർക്കാർ മാറിയാലും കൊള്ളാം. അല്ല, നമ്മൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാര്യത്തിനല്ലേ നമ്മൾ നിൽക്കുള്ളൂ. എന്തെങ്കിലും പരാതി ഉണ്ടോ അത്തരത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കപ്പെടാത്ത ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ താമസിക്കുന്നിടത്തോ? ഇല്ല, നിലവിലെ ഭരണത്തിൽ സംതൃപ്തിയാണോ? ആ ചേച്ചിക്ക് പറയാനുള്ളത് നിലവിലെ ഭരണത്തിൽ സംതൃപ്തിയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു ചേച്ചിയുണ്ട്, മീൻ മുറിക്കുന്ന തിരക്കിലാണ്. ചേച്ചി നമസ്കാരം. തിരക്കാണല്ലേ? ചേച്ചി, ഇലക്ഷനൊക്കെ വരികയാണല്ലോ, സ്ഥാനാർത്ഥികളൊക്കെ വന്നോ? വന്നായിരുന്നു ഇന്നലെ. ചേച്ചി പാർട്ടി നോക്കിയാണോ സ്ഥാനാർത്ഥിയെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാണാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യും. ഓരോ തവണ മാറി മാറി ചെയ്യും. അതൊന്നുമില്ല. അപ്പൊ കാഴ്ചപ്പാടുണ്ടെന്ന് തോന്നുന്നു ചേച്ചി. അങ്ങനെയൊന്നുമില്ല. അന്നേരം കാണുന്നവർക്ക് ചെയ്യും. അത്ര എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. മാറ്റം വന്നോല്ല, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ ചേച്ചിക്ക് മാറ്റം വേണം എന്ന് ഒരു ചേച്ചി പറയുകയാണ്. ഇവിടെ മറ്റൊരു ചേച്ചി നല്ല തിരക്കിലാണെന്ന് തോന്നുന്നു. ചേച്ചി എങ്ങനെയാണ് അപ്പൊ ഈ ഇലക്ഷനൊക്കെ വരികയാണ്, വോട്ട് ചെയ്യാനൊക്കെ പോവോ? വോട്ട് ചെയ്യാൻ പോകുമ്പോനെ ഞങ്ങൾ വോട്ടൊന്നും കളയല്ലോ, വോട്ട് പോയി ചെയ്യും. ചേച്ചി എങ്ങനെയാണ്, എന്ത് നോക്കിയിട്ടാ വോട്ട് ചെയ്യുന്നത്? ഇപ്പോഴുള്ള ആ ഒരു വികസനം കണ്ടിട്ടാണോ അത് പാർട്ടി നോക്കിയിട്ടാണോ? നോക്കാറില്ല. നമ്മള് ഒരു പാർട്ടിയിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, അവിടെ തന്നെ നിക്കണം. എത്ര വർഷം മീൻ കച്ചവടം നടത്തുന്നു? ഇപ്പൊ ഒരു 10-28 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. നേരം മുതൽ ഇവിടെ സന്തോഷമാണോ? കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.